ബാലൻ ദ ബോയ് നമ്മുടെ ചിദംബരത്തിൻ്റെ ഒരു സമയം കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തിട്ട്, അതായത് മഞ്ഞുമൽ ബോയ്സ് വന്ന് കുറച്ചൊരു സമയത്തിന് ശേഷം വന്നൊരു പടമാണ് ബാലൻ ദ ബോയ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും സ്പെഷ്യലാണ്. ക്യാമറ ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പീക്ക് ലെവൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഷൈജു ഖാലിദ് ഒരു സ്ക്രീനിൽ ഒരു ഷോട്ടിൽ ആൾ കൺവേ ചെയ്യുന്ന ഇമോഷൻസ് അതിൻ്റെ പീക്കിലുള്ളതായിരിക്കും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്, അതായത് ആവേശം, അതേപോലെ തന്നെ രോമാഞ്ചൊക്കെ ചെയ്തിട്ടുള്ള ജിത്തു മാധവാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ് ചെയ്തിരിക്കുന്നത്. അതും അതിൽ കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ആൾക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ കൂടി കണ്ടിരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കാണ്. ചില സ്ഥലത്തൊക്കെ ആളുടെ മ്യൂസിക് എന്ന് വെച്ചാൽ അടിപൊളി, നമുക്ക് അത്രയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ചില സമയത്ത് നമുക്ക് ചില സിനിമയുടെ ഒക്കെ റിപ്പീറ്റേഷൻസ് ഒക്കെ ആയി തോന്നുമെങ്കിലും അതൊഴിച്ചാൽ അടിപൊളിയായിരുന്നു. അതേപോലെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗണപതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഒരു രക്ഷയുമില്ലാത്ത കാസ്റ്റിംഗ്. ഇതിൽ ബാലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടിയുടെ പേര് ആദിശേഷ് എന്നാണ്. കുട്ടിയുടെ ആദ്യത്തെ പടമാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല, അത്രയ്ക്ക് അടിപൊളി പെർഫോമൻസ് ആണ് കുട്ടിക്ക്. നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് ആ കുട്ടിയായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ വേറൊരു പേഴ്സൺ എടുത്ത് പറയേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ച ഫർസാന പാലത്തിങ്കൽ. ആളും മാസ്മരിക് അഭിനയമായിരുന്നു. നമ്മൾ ആ അമ്മയും മകനും തമ്മിലുള്ള ബോണ്ടിങ്, അതാണ് നമ്മൾ അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ അമ്മയും മകനുള്ള ബോണ്ടിങ് നമ്മൾ ഭയങ്കരമായിട്ട് ആ ബോണ്ട് നമുക്ക് വർക്കാവും. ആ ബോണ്ടിങ് ആണ് അതിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം അതിൽ പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ടൊവിനോ ആണ്. ടൊവിനോയുടെ ദി ബെസ്റ്റ് അങ്ങനെ പറയാവുന്നത് തന്നെ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്കിതിൽ കാണാം. ആളും അടിപൊളിയായിട്ട് ആളുടെ പോർഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ഓരോ ടെക്നീഷ്യൻസ് ആയാലും കാര്യങ്ങളായാലും പെർഫോമൻസ് ആയാലും ഒക്കെ നന്നായിട്ട് പണിയെടുത്ത് ചെയ്തൊരു കാര്യം. ക്യാമറ ആയാലും അഭിനയം ആയാലും എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. അതായത് ഒരു ആർട്ട് മൂവി എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റുക അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളെ ആ വിഷ്വൽസിലേക്ക് നമ്മളെ സ്റ്റക്ക് ചെയ്യിപ്പിക്കുന്ന അങ്ങനെ ഒരു പടമായിരുന്നു ബാലൻ ദി ബോയ്. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക.